ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വളരെ ടേസ്റ്റിയായ ഒരു ചിക്കൻ മന്തിയുടെ റെസിപ്പിയുമായാണ് വന്നത്. ഇതിന്റെ മെയിൻ പ്രത്യേകത എന്നാൽ ഇതിലേക്ക് യൂസ് ആക്കുന്ന റൈസ് ആണ്. അത് ഞാൻ പിന്നീട് പറഞ്ഞു തരാം. എന്നാൽ വീഡിയോയിലേക്ക് കിടക്കാം. ഇതിനായി ഞാൻ 1.5 കിലോന്റെ അടുക്കൽ ചിക്കൻ എടുത്തിന്. അതിനെ ഞാൻ ഫോർക്കോട് ഇങ്ങനെ കുത്തി കൊടുത്തിട്ടുണ്ട്, മസാല നന്നായി പിടിക്കാൻ വേണ്ടി. പിന്നെ ഇതിലേക്ക് ഞാൻ 2 ക്യാപ്സിക്കം ചെറുതായി അരിഞ്ഞത് കൂടി ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു ചെറിയ പിടി പുതിന കൂടി ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു വലിയ പിടിയുടെ അടുക്കൽ മല്ലിച്ചപ്പ് കൂടി ചേർക്കുന്നുണ്ട്. ഇവയെല്ലാം വളരെ ചെറുതായി തന്നെ അരിയണം. മന്തി റൈസിൽ ഇവ കാണാൻ പാടില്ല. മന്തി ഉണ്ടാക്കുമ്പോൾ അത് വെന്തടിയണം. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളകും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ ജീരകപ്പൊടിയും 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 2 മാഗി ക്യൂബും ഒരു പാക്കറ്റിൽ 2 പീസ് ഉണ്ടാവുമല്ല, അങ്ങനെയുള്ള 2 പീസാണ് എടുത്തത്. അത് കൈകൊണ്ട് നന്നായി ഉടച്ച് ചേർക്കാം. പിന്നീട് മിക്സാക്കിയ ശേഷം ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഒരു 1/2 പീസ് കൂടി ചേർക്കാൻ ഞാൻ ചേർത്തിട്ടുണ്ട്. പിന്നീട് 1.5 ടീസ്പൂൺ അളവിൽ ചെറുനാരങ്ങ നീരും 1/4 കപ്പ് ഓയിലും, ഞാനിവിടെ പാം ഓയിലാണ് എടുത്തിട്ടുണ്ട്, സൺഫ്ലവർ ഓയിലും എടുക്കാം. പിന്നെ കുറച്ച് കളർ കൂടി ചേർക്കുന്നുണ്ട്. അത് ഞാൻ വീഡിയോ എടുക്കുന്നത് കൊണ്ട് മാത്രമാണ് ചേർത്തത്. വീട്ടിൽ ഉണ്ടാക്കുന്നതെങ്കിൽ ചേർക്കണമെന്നില്ല. മുളക് പൊടി ഇട്ടുകൊണ്ട് ചെറിയൊരു കളർ ഉണ്ടാവും. 1 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കാം. കുറഞ്ഞതൊരു 1/2 മണിക്കൂറെങ്കിലും വെക്കണം. എന്നാലേ ചിക്കനിൽ നന്നായി ആ മസാലയെല്ലാം പിടിക്കുള്ളൂ. എന്നിട്ട് നമുക്ക് കുക്ക് ചെയ്യാൻ വെക്കാം. ആദ്യത്തെ ഒരു 5 മിനിറ്റ് നമുക്ക് ഹൈ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്യാം. പിന്നെ ഒന്ന് തിരിച്ചിട്ട ശേഷം ലോ ഫ്ലെയിമിലിട്ട് വെക്കാം. അപ്പോഴേക്കും നമുക്ക് റൈസ് റെഡിയാക്കാം. ഒരു പാത്രത്തിൽ അരിയുടെ 3 ഇരട്ടിയോളം വെള്ളം എടുത്തിട്ടുണ്ട്. അത് നന്നായി തിളച്ച് വരുമ്പോൾ അതിലേക്ക് 3 പട്ട, 4 ഗ്രാമ്പു, 4 ഏലക്ക ഇവ ചേർക്കാം. പിന്നെ വട്ടത്തിൽ മുറിച്ച 2 പീസ് ചെറുനാരങ്ങയും 1 മാഗി ക്യൂബും പൊടിച്ചിട്ടിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും 1 ടേബിൾ സ്പൂൺ അളവിൽ ഓയിലും കൂടി ചേർക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് മിക്സ് ആക്കിയ ശേഷം ഇതിലേക്ക് കഴുകി മാറ്റി വെച്ച 1 കിലോ ജീരകശാല അരി നമുക്ക് ഇടാം. എല്ലാവരും നോർമലി ബസ്മതി റൈസിലാണ് ഉണ്ടാക്കൽ, പക്ഷെ ഈ ജീരകശാല റൈസിലൊന്ന് ഉണ്ടാക്കി നോക്കണം, നല്ല ടേസ്റ്റാണ്. അരി ചേർത്ത ശേഷം ഒന്ന് മിക്സ് ആക്കിയ ശേഷം മൂടി വെക്കാം. ഇടയ്ക്ക് 1-2 പ്രാവശ്യം ഇളക്കി കൊടുക്കാം. ഒരു 90% വേവാകുമ്പോൾ നമുക്കത് ഊറ്റിയെടുക്കാം. ചിക്കൻ ഒരു 20 മിനിറ്റോളമായി ലോ ഫ്ലെയിമിൽ വേവുന്നത്. ഇടയ്ക്ക് തിരിച്ചു മറിച്ചിട്ട് കൊടുത്തോണ്ടുണ്ടായിരുന്നു. വേവിച്ച് വെച്ച റൈസ് നമുക്കിത് ഫുള്ളായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മുകളിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി വെള്ളത്തിൽ കലക്കി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് റെഡ് കളറും വെള്ളത്തിൽ കലക്കി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത് റൈസിന് ചെറിയൊരു കളറിന് വേണ്ടിയിട്ടാണ്. അത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. പിന്നെ കുറച്ച് പച്ചമുളക് ഞാൻ അവിടെ ഇവിടെയായി കുത്തി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ഒരു പാത്രത്തിൽ കുറച്ച് നെരുപ്പെടുത്ത് വെക്കാം. അതിലേക്ക് കുറച്ച് ഓയിൽ കൂടി ചേർക്കുന്നുണ്ട്. എന്നിട്ട് മൂടിയിട്ട് ദമ്മാക്കിയിട്ട് വെക്കുക. അതിലൊരു ഓൾസ് ഉണ്ട്, അത് ഞാൻ മൈദ വെച്ച് മൂടുന്നുണ്ട്. ലോ ഫ്ലെയിമിൽ 20-25 മിനിറ്റ് വരെ വെക്കാം. മിനിമം ഒരു 20 മിനിറ്റ് എങ്കിലും വെക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു 1/2 മണിക്കൂറെങ്കിലും അങ്ങനെ ദമ്മിൽ വെക്കാം. എന്നിട്ട് നെരുപ്പതിൽ നിന്ന് എടുത്ത് മാറ്റാം. ഞാൻ റൈസ് ഒരു പാത്രത്തിലേക്ക് സെപ്പറേറ്റ് മാറ്റി വെക്കുന്നുണ്ട്. അത് അതിൽ നിന്ന് ചിക്കൻ എടുത്ത് മാറ്റി വെക്കാനാണ്. അല്ലെങ്കിൽ അത് മിക്സ് ആക്കുമ്പോൾ ചിക്കൻ എല്ലാം അതിലേക്ക് പൊടി പൊടിയാവും. അതുകൊണ്ട് ചിക്കൻ മാറ്റി വെച്ച ശേഷം ആ റൈസ് എല്ലാം അതിലിട്ട് മിക്സ് ആക്കാം. അടിയിൽ ചിക്കൻ്റെ ഗ്രേവി എല്ലാം നന്നായിട്ടുണ്ടാകും. അതെല്ലാം റൈസിലേക്ക് നന്നായി മിക്സ് ആക്കാം. ചിക്കൻ്റെ നല്ല ഫ്ലേവർ റൈസിലേക്ക് കിട്ടും. അപ്പോൾ റൈസിന് ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. സെർവ് ചെയ്യേണ്ടത് എങ്ങനെയെന്ന് വെച്ചെങ്കിൽ റൈസ് എല്ലാം ഇട്ട ശേഷം മുകളിലേക്ക് ചിക്കൻ വെച്ച് നമുക്ക് സെർവ് ചെയ്യാവുന്നതേ ഉള്ളൂ. നല്ല ടേസ്റ്റിയായ ചിക്കൻ മന്തി ഇവിടെ റെഡി ആയിരിക്കുന്നു. ഇതിലേക്കുള്ള മന്തി ചട്നിയുടെ വീഡിയോ ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. വേണ്ടവർക്ക് സ്ക്രീനിൽ കാണിക്കുന്ന വീഡിയോ നോക്കാവുന്നതേ ഉള്ളൂ. താങ്ക് യു.